കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് ഫുട്പാത്തിൽ വീണ്ടും വാഹനം തടഞ്ഞ പ്രഭാവതി അമ്മ. ഫുട്പാത്തിലൂടെ പോയ ബൈക്ക് യാത്രികനെ ചോദ്യം ചെയ്തു. ദൃശ്യങ്ങൾ 24 ലഭിച്ചിരിക്കുകയാണ്. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. നിഖിൽ പ്രമേഷ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. നിഖിൽ, ഇത് എപ്പോഴാണ് വീണ്ടും ഇങ്ങനെ ഉണ്ടായത്? എന്താണ് വിവരങ്ങൾ? ഇതിന്റെ ഏതാനും നിമിഷങ്ങൾക്ക് മുൻപായിരുന്നു ആ സംഭവം ഉണ്ടായത്. രാവിലെ മുതൽ പത്മാവതി അമ്മയ്ക്ക് അതിഥികളാണ്. അവരെ കാണാൻ വേണ്ടി, പ്രഭാവതി അമ്മയെ കാണാൻ വേണ്ടി ഒരുപാടധികം ആളുകൾ വരുന്നുണ്ട്. ഇവിടെയാണ് അവരുടെ വീട്. അപ്പോൾ അവര് കുറെ ആളുകളെ കണ്ട് ക്ഷീണിച്ചതിനല്ല, ഈ കടയിൽ നിന്നൊരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഫുട്പാത്തിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഒരുപാട് വാഹനയാത്രികർ ഇപ്പോഴും ഇതിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. നമുക്കറിയാം, ഇരഞ്ഞിപ്പാലത്തെ തിരക്ക് എന്ന് പറഞ്ഞാൽ സിഗ്നൽ ആയി കഴിഞ്ഞാൽ വലിയ തിരക്കാണ്. അപ്പോൾ ബൈക്ക് യാത്രികരൊക്കെ ഇതിലെ പോകുന്നത് ഒരു പതിവ് കാഴ്ചയാണ്. അപ്പോഴാണ് കൃത്യസമയത്ത് നമ്മൾ അവരെ കാണാനെത്തിയത്. ഈ വ്ളോഗർ, ഇത് പകർത്തിയ യഥാർത്ഥ വ്ളോഗർ പത്മാവതി അമ്മയെ കാണാൻ വരുന്നുണ്ട് എന്നറിഞ്ഞാണ് നമ്മൾ ഇവിടേക്ക് എത്തിയത്. അപ്പോഴാണ് ഈ കാഴ്ച നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. നമ്മൾ ആ ബൈക്ക് യാത്രികനോടൊപ്പം തന്നെ പത്മാവതി അമ്മ ഇവിടെ തർക്കിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ക്യാമറ അവിടേക്ക് വെക്കുകയായിരുന്നു. എന്തായാലും പത്മാവതി അമ്മ വെറുതെ വിടാൻ തയ്യാറല്ല. ഇങ്ങനെ ഈ നിരന്തരം ഇതിലോ കടന്നു പോകുന്ന ആളുകളൊന്നും അങ്ങനെ വെറുതെ വിടാൻ പ്രഭാവതി അമ്മ തയ്യാറല്ല എന്നാണ് അവർ പറയുന്നത്. ഞാൻ ഇനിയും ഇവിടെ ഒരു കാവൽക്കാരിയായി ഉണ്ടാകും എന്നാണ് അവർ പറയുന്നത്. ഇവിടുത്തെ ആളുകളൊക്കെ പറയുന്നത്, ഇങ്ങനെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ആളുകളെ തട്ടി അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് വളരെ വേഗതയിലാണ് കടന്നു പോവുക. ഈ ഫുട്പാത്തിലൂടെ പറഞ്ഞാൽ ഒരുപാട് കടകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം അതിലൂടെ ആളുകൾ കടന്നു പോകുമ്പോൾ അതിലൂടെ ബൈക്കുമായിട്ട് പോകാന്ന് പറയുമ്പോൾ അത് അപകടങ്ങൾ വരുത്തി വെക്കാറുണ്ട് എന്നാണ് പറയുന്നത്. ഇത് എപ്പോഴും ഒരു വണ്ടിക്കാരൻ വരുന്നുണ്ട്. എന്താണ് ചെയ്യുക, ആളുകൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കണ്ടിട്ട് യാതൊരു തരത്തിലുള്ള മാറ്റവും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ളൊരു കാര്യം. എന്തായാലും ഇന്നലെ ഈ ദൃശ്യങ്ങൾ പകർത്തിയത് ഇവിടെ വെച്ചാണ്, ഈ ഭാഗത്ത് വെച്ചാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. ഈ കെട്ടിടത്തിന് മുകളിൽ നിന്നായിരുന്നു ആ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നത്. ഈ സംഭവത്തിൽ ഇപ്പോൾ MVD ഈ ബൈക്ക് യാത്രികനെതിരെ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നിരവധി കോണുകളിൽ നിന്ന് പ്രഭാവതി അമ്മയ്ക്ക് അഭിനന്ദനങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ ഗതാഗത വകുപ്പ് മന്ത്രി അടക്കം നേരിട്ട് അഭിനന്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അല്പസമയത്തിനകം തന്നെ ഈ ദൃശ്യങ്ങൾ പകർത്തിയ വ്ളോഗർ, ഏതാണ്ട് 8 മില്യണിലധികം ആളുകളാണ് ആ ദൃശ്യങ്ങൾ ആ വ്ളോഗിലൂടെ മാത്രം, ആ ഇൻസ്റ്റാ ഐഡിയിലൂടെ മാത്രം കണ്ടത്. മറ്റ് സമൂഹ മാധ്യമങ്ങളിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾ ആ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ കണ്ടും കഴിഞ്ഞു. സത്യത്തിൽ അവർ ഉന്നയിക്കുന്ന ഒരു സാമൂഹിക വിഷയമാണ് പ്രഭാവതി അമ്മ ഉന്നയിച്ചത്. അത് തനിക്ക് നേരിട്ട ബുദ്ധിമുട്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് കൂടുതൽ യാത്രക്കാർ, ഇതിലൂടെയൊക്കെ കടന്നു പോകുന്ന സാധാരണക്കാരായിട്ടുള്ള പ്രായമായ ആളുകളെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലായിരുന്നു ആളുകളുടെ ബൈക്കിലൂടെയുള്ള പോക്ക് എന്നുള്ളതാണ് അവർ പറയുന്നത്. അതിനെ തടയിടാൻ വേണ്ടിയാണ് താൻ ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയത് എന്നുകൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ എന്നെ തട്ടി കടന്നു പോകില്ലല്ലോ എന്നുമായിരുന്നു അവർ പറഞ്ഞത്. നമ്മളിവിടെ വരുമ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത്, ഈ ബൈക്ക് യാത്രികനും പ്രഭാവതി അമ്മയും തമ്മിലുള്ള ഒരു തർക്കമായിരുന്നു. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറയുന്നത്, മറ്റു വഴികളില്ല പോകാൻ, ഞങ്ങൾക്ക് ഇവിടെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഒരുപാട് സമയം ഇങ്ങനെ കെട്ടിക്കിടക്കേണ്ടി വരും, അതുകൊണ്ടാണ് ഇതിലൂടെ പോകുന്നത് എന്നാണ് ആ യാത്രികൻ പറഞ്ഞത്. പക്ഷെ അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ എന്നുള്ളതായിരുന്നു പ്രഭാവതി അമ്മയുടെ ടേക്ക്. എന്തായാലും അവർ വൈറലായതിന് പിന്നാലെ ഈ വിഷയം കൂടി അഡ്രസ്സ് ചെയ്യപ്പെടുകയാണ്. ഒരുപാട് യാത്രക്കാർ ഇതിലൂടെ അപകടം ഉണ്ടാക്കുന്ന തരത്തിൽ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇതിലേക്കറിയാം, നമ്മുടെ ഓഫീസ് ഇതിന് സമീപത്താണ്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും കാണാൻ കഴിയാറുണ്ട്, നിരന്തരം ആളുകൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവുകയും ആളുകളെയൊക്കെ വണ്ടി തട്ടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ ഇതിലൂടെ കടന്നു പോകുന്നത്. വൈറലായിരുന്നു. മന്ത്രിയുടെ അടക്കം അഭിനന്ദനം എത്തി, നടപടിയും ഉണ്ടായി, കേസെടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ആളുകൾ ഇത് തുടരുക തന്നെയാണ്. പക്ഷേ പ്രഭാവതി അമ്മ കാവലായി അവിടെ നിൽക്കുന്നുമുണ്ട്. നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.